ഡേ 9, 9-ാം ദിവസത്തെ ക്ലാസ്. ഇന്ന് നമുക്ക് കഴിഞ്ഞ 8 ദിവസങ്ങളിലായി പഠിച്ച 4 ഫോംസ് എന്ന പട്ടികയിലുള്ള വാക്കുകളെ കൊണ്ട് വാക്യങ്ങൾ രചിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി അവ മൊത്തമായി ഒന്ന് പഠിക്കാം. അതിനുശേഷം ഈ ക്ലാസ് അടുത്ത ദിവസം മുന്നോട്ട് നീക്കാം. ചിത്രം നോക്കുക. Look at the image. All words in 4 form. I, ഞാൻ എനിക്ക്. He, അയാൾ അയാൾക്ക്. She, അയാൾ അയാൾക്ക്. They, അവർ അവർക്ക്. We, ഞങ്ങൾ ഞങ്ങൾക്ക്. You, നിങ്ങൾ നിങ്ങൾക്ക്. ഇനി രണ്ടാമത്തെ കോളം. മൈ, എൻ്റെ. ഹിസ്, അയാളുടെ. ഹർ, അയാളുടെ. their, അവരുടെ. our, ഞങ്ങളുടെ. your, നിങ്ങളുടെ. Now third column. Let us go to third column. Mine, എന്റേത്. his, അയാളുടേത്. hers, അയാളുടേത്. theirs, അവരുടേത്. ours, ഞങ്ങളുടേത്. yours, നിങ്ങളുടേത്. Now let us go to the fourth column. Me, എന്നെ എന്നോട് എനിക്ക്. him, അയാളെ അയാളോട് അയാൾക്ക്. her, അയാളെ അയാളോട് അയാൾക്ക്. them, അവരെ അവരോട് അവർക്ക്. us, ഞങ്ങളെ ഞങ്ങളോട് ഞങ്ങൾക്ക്. you, നിങ്ങളെ നിങ്ങളോട് നിങ്ങൾക്ക്. ഇനി ആദ്യത്തെ വരിയിലെ റോയിലെ വാക്കുകൾ നോക്കുക. ഈ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ സൃഷ്ടിക്കാം. I, my, mine, me. I should study English. ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം. I can study English next month. അടുത്ത മാസം എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയും. ഇനി കോളം 2-ലെ വേർഡാണ്. That is a picture of my old school. എൻ്റെ പഴയ സ്കൂളിൻ്റെ ഒരു ചിത്രമാണ് അത്. Now column 3. That idea was mine. ആ ആശയം എന്റേതായിരുന്നു. Now let's go to column number 4. You can tell him to meet me. എന്നെ വന്ന് കാണുവാൻ നിങ്ങൾക്ക് അയാളോട് പറയാൻ കഴിയും. Ask me whatever you want. നിങ്ങൾക്ക് എന്തൊക്കെ വേണം അത് എന്നോട് ചോദിക്കുക. Buy me a car. എനിക്ക് ഒരു കാർ വാങ്ങിച്ചു തരിക. ഇനി രണ്ടാമത്തെ വരിയിലെ റോയിലെ വാക്കുകൾ നോക്കുക. ഈ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ സൃഷ്ടിക്കാം. He, his, him. He is my uncle. അയാൾ എൻ്റെ അമ്മാവനാണ്. He can come with me. അയാൾക്ക് എന്നോടൊപ്പം വരാൻ കഴിയും. That is his headmaster. അത് അയാളുടെ ഹെഡ്മാസ്റ്റർ ആണ്. This house is his.
ഈ വീട് അയാളുടേതാണ്. You can call him tomorrow. നിങ്ങൾക്ക് അയാളെ നാളെ വിളിക്കാൻ കഴിയും. Do not tell him that. അത് അയാളോട് പറയരുത്. Lend him some help. അയാൾക്ക് കുറച്ച് സഹായം നൽകൂ. Now let us go to the third row. ഇനി മൂന്നാമത്തെ വരിയിലെ വാക്കുകൾ നോക്കുക. ഈ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ സൃഷ്ടിക്കാം. She, her, hers, her. She is a very good person. അയാൾ ഒരു വളരെ നല്ല വ്യക്തിയാണ്. She could have come here yesterday. അയാൾക്ക് ഇന്നലെ ഇവിടെ വരാൻ വരാമായിരുന്നു. This is her office. ഇത് അയാളുടെ ഓഫീസാണ്. ഇതാണ് അയാളുടെ ഓഫീസ്. That car could be hers. ആ കാർ അയാളുടേത് ആവാം. You can inform her this wonderful news. ഈ മികച്ച വിവരം നിങ്ങൾക്ക് അയാളെ അറിയിക്കാൻ കഴിയും. I will tell her about this. ഇതിനെക്കുറിച്ച് ഞാൻ അയാളോട് പറയും. Send a letter to her. അയാൾക്ക് ഒരു കത്ത് അയക്കൂ. Now let us go to the fourth row. ഇനി നാലാമത്തെ വരിയിലെ റോയിലെ വാക്കുകൾ നോക്കുക. ഈ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ സൃഷ്ടിക്കാം. They, their, theirs, them. They told me to take care of their house. അവരുടെ വീട് സൂക്ഷിക്കാനായി അവർ എന്നോട് പറഞ്ഞു. They want to tell you about that. ആ കാര്യത്തെക്കുറിച്ച് അവർക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. Their house is not far from here. അവരുടെ വീട് ഇവിടെ നിന്നും വളരെ ദൂരത്തിൽ അല്ല. That box in that corner is theirs. ആ മൂലയിലുള്ള ആ പെട്ടി അവരുടേത് ആണ്. Call them immediately. ഉടനെ തന്നെ അവരെ വിളിക്കൂ. Tell them not to come here now. ഇവിടെ ഇപ്പോൾ വരരുത് എന്ന് അവരോട് പറയുക. Give them some good advice. അവർക്ക് കുറച്ച് നല്ല ഉപദേശം നൽകുക. Now let us go to the fifth row. ഇനി അഞ്ചാമത്തെ വരിയിലെ വാക്കുകൾ നോക്കുക. ഈ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ സൃഷ്ടിക്കാം. We, our, ours, us. We are coming there. നമ്മൾ അവിടെ വരികയാണ്. We need to come there.
ഞങ്ങൾക്ക് അവിടെ വരേണ്ടതുണ്ട്. That is our plan. അതാണ് ഞങ്ങളുടെ പദ്ധതി. That plan was ours. ആ പദ്ധതി ഞങ്ങളുടേത് ആയിരുന്നു. They can see us when they come to this town. അവർ ഈ പട്ടണത്തിൽ വരുമ്പോൾ അവർക്ക് ഞങ്ങളെ കാണാനാവുന്നതാണ്. They could have told us about that. അതിനെക്കുറിച്ച് അവർക്ക് ഞങ്ങളോട് പറയാമായിരുന്നു. You should give us some more time. നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം നൽകണം. Let us go to the last row. Let us now go to the 6th row. ഇനി ആറാമത്തെ വരിയിലെ വാക്കുകൾ നോക്കുക. ഈ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ സൃഷ്ടിക്കാം. You, your, yours, you. You are very punctual. നിങ്ങൾ വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ്. You can speak after his speech. അയാളുടെ പ്രസംഗത്തിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാം. Your opinion is not what I want to hear. നിങ്ങളുടെ അഭിപ്രായമല്ല ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. Where is that box of yours? നിങ്ങളുടെ ആ പെട്ടി എവിടെയാണുള്ളത്? I can meet you in Bombay. എനിക്ക് നിങ്ങളെ ബോംബെയിൽ വെച്ച് കണ്ടുമുട്ടാനാകും. I have deep affection for you. എനിക്ക് നിങ്ങളോട് അഗാധമായ വാത്സല്യമുണ്ട്. Can I write to you from there? അവിടെ നിന്നും എനിക്ക് നിങ്ങൾക്ക് കത്തെഴുതാനാവുമോ? Now, let us go to the English rhyme. I hear thunder. I hear thunder, I hear thunder. Oh, do you? Oh, do you? Pitter-patter raindrops, pitter-pattered raindrops. I'm wet too, I'm wet too. Now, let us go to the speech about English, Part 3. It was Lord Macaulay who argued for the teaching of this wonderful language to the ordinary people of India. The rich people of India could study English on their own. ലോർഡ് മെക്കോളെ ആണ് ഈ അത്ഭുതകരമായ ഭാഷ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ പഠിപ്പിക്കണമെന്ന് വാദിച്ചത്. ഇന്ത്യയിലെ പണക്കാർക്ക് സ്വന്തമായി ഇംഗ്ലീഷ് പഠിക്കാൻ ആവുമായിരുന്നു. It was the common man's children who had no opportunity to study English. English East India Company decided to agree with Lord Macaulay. English education was given to many school children. In many cases, the lower financial classes and other lower castes improved tremendously due to this.
സാധാരണക്കാരൻ്റെ മക്കൾക്കാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള അവസരമില്ലാതെ പോയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോർഡ് മക്കോളയോട് യോജിക്കാൻ തീരുമാനിച്ചു. പല സ്കൂൾ കുട്ടികൾക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകപ്പെട്ടു. ഈ കാരണത്താൽ പലയിടത്തും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരും മറ്റ് താഴ്ന്ന ജാതിക്കാരും അതിഗംഭീരമായി അഭിവൃദ്ധിപ്പെട്ടു. In fact, many lower caste individuals got into senior official positions without any reservation due to this great magnanimity on the part of the English East India Company. വാസ്തവത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ മഹത്തായ മഹാമനസ്കത കാരണം പല താഴ്ന്ന ജാതിക്കാര വ്യക്തികൾക്കും യാതൊരു സംവരണവുമില്ലാതെ തന്നെ ഉയർന്ന ഔദ്യോഗിക പദവികൾ ലഭിച്ചു. At the same time, the higher caste also benefited from the various social reforms which enabled them also to improve. അതേസമയം അവരെ ഉയർച്ചയിലേക്ക് നീങ്ങാൻ സൗകര്യപ്പെടുത്തിയ വിവിധതരം സാമൂഹ്യ പരിഷ്കരണങ്ങളിലൂടെ ഉയർന്ന ജാതിക്കാർക്കും പ്രയോജനം ലഭിച്ചു. My dear friends, in my opinion, we have to be grateful to our benefactors. Ingratitude is a very vile thing. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ അഭിപ്രായത്തിൽ നാം നമുക്ക് ഉപകാരം ചെയ്തവരോട് നന്ദിയുള്ളവരായിരിക്കണം. നന്ദികേട് ഒരു നീചമായ കാര്യമാണ്. Now, listen to the audio. ശബ്ദരേഖ കേൾക്കുക. It was Lord Macaulay who argued for the teaching of this wonderful language to the ordinary people of British India. The rich people of British India could study English on their own. It was the common man's children who had no opportunity to study English. English East India Company decided to agree with Lord Macaulay. English education was given to many school children. In many places, the lower financial classes and other lower caste improved tremendously due to this. In fact, many lower caste individuals got into senior official positions without any reservations due to this great magnanimity on the part of the East India Company. At the same time, the higher castes also benefited from the various social reforms which enabled them also to improve. My dear friends, in my opinion, we have to be grateful to our benefactors. Ingratitude is a very vile thing.